അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെയും ഉസ്താദിൻ്റെയും ആ യാത്രക്കിടയിൽ അതാ ഷെഫി ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. മറ്റാരുമായിരുന്നില്ല, തൻ്റെ അർബാവായിരുന്നു എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും യാ ഷെഫിയോ. വഅലൈക്കും അസ്സലാം അർബാ. കൈഫ് ഹലക് സൈൻ അൽഹംദുലില്ലാ. അവർ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സീനത്ത് അതെല്ലാം ശ്രദ്ധിക്കുന്നു. യാ ഹബീബ്. ആ അർബ, പറയൂ, എന്താണ്? സഹ്റ ബത്തുലിനെ വല്ലാത്തൊരു മൂഡ് ഓഫാണ് ഇപ്പോൾ. എന്തെന്നറിയില്ല ഷെഫി, നീ പോയതിനു ശേഷം അവൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ആദി, അങ്ങനെ എല്ലാം ഉണ്ട്. ഷെഫി മോനെ, നീ തിരിച്ചു വരുവാൻ ഇനി എത്ര? അർബ, 2 മാസം എന്നല്ലേ പറഞ്ഞത്. ഇൻഷാ അല്ലാ 1 മാസമെങ്കിലും ഞാൻ നിൽക്കുവാൻ വേണ്ടി നോക്കട്ടെ. ശരിക്കും പറഞ്ഞപ്പോൾ അറബിയുടെ മനസ്സിൽ സന്തോഷമാണ് വന്നത്. 2 മാസത്തെ ലീവ് കൊടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഷെഫി 1 മാസം നിന്ന് തിരിച്ചു വരികയോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അർബ 1 മന്ത് എന്ന് പറഞ്ഞപ്പോൾ സീനത്തിന് അത് കേട്ടപ്പോൾ അല്പം ആശ്വാസമായി. ഷെഫിക്ക, 1 മാസം നിങ്ങൾ നിൽക്കുള്ളൂ? അവളുടെ അഭിനയം തുടങ്ങി എന്ന് തന്നെ പറയാം. ഷെഫിക്ക, 1 മാസമാണോ നിങ്ങൾ നിൽക്കുന്നത്? സാരല്ല, നിങ്ങൾ പോയിക്കോളി. അല്ലാതിപ്പോൾ എന്ത് ചെയ്യുക? 1 മാസമെങ്കിൽ 1 മാസം. പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീരണ്ടേ? നമ്മുടെ വീടൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഒന്ന് പൊളിച്ച് പണിയണ്ടേ, വാഹനം എടുക്കണ്ടേ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ അല്ലേ. സാരല്ല, പോയിക്കോളൂ. സീനത്ത്, നീ എന്താ പറയുന്നത്? 2 മാസത്തെ ലീവ് എനിക്കുണ്ട്. എനിക്കെൻ്റെ ഉമ്മയെ 1 മാസം കൂടി കാണാനുള്ള ഒരു അനുമതി, അതെനിക്ക് ആവശ്യമുണ്ട്. അത് കേട്ടപ്പോൾ അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും ഉമ്മയെ കാണാനാണല്ലോ നിങ്ങൾ വരുന്നത്, നിങ്ങൾ എന്നോട് വീണ്ടും പറയണമെന്നില്ലല്ലോ. സീനത്തെ, ക്ഷമയുടെ നെല്ലിപ്പരിക നീ എനിക്ക് കാണിച്ചു തന്നാണ്. ഇനി അതിന് അപ്പുറത്തേക്കായിട്ട് നീ എന്നെ പരീക്ഷിക്കരുത് കേട്ടോ. ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് അങ്ങേയറ്റം ഞാൻ ക്ഷമിക്കുകയാണ് നിനക്ക് വേണ്ടി. അതായത് എൻ്റെ ഭാര്യ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഷെഫിക്ക, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എൻ്റെ സങ്കടം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയില്ലേ? ഇല്ല, സോറി, മാപ്പ്. ഈ 1 മാസം നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അവൾ കരഞ്ഞുകൊണ്ട് അതാ കാര്യം കഴിച്ചിലാക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാത്ത സ്നേഹം ഉമ്മയോട്. ഉമ്മ, മോളെ, മക്കളെങ്ങൾ പോയി വന്നോ? ഉമ്മ, സത്യം പറഞ്ഞാലേ ഉമ്മ ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു സുഖം സമാധാനം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വേഗം പോരാൻ. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടി. ഉമ്മ, അവരൊക്കെ എന്നെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ സീനത്തിന് വലിയ താല്പര്യമില്ലല്ലോ അങ്ങോട്ട് പോവാൻ. ഉമ്മ, നിങ്ങളെ വിട്ടിട്ടും ഈ വീടും പരിസരം വിട്ടു പോവാനേ എനിക്ക് തീരെ താല്പര്യമില്ല. സത്യമായിട്ടുമ്മ, ഞാൻ ഇല്ലാത്തത് പറയല്ല. എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ഉമ്മ, പിന്നെ ഷെഫിക്കാക്ക് 1 മാസം ലീവ് ഉള്ളൂന്ന്. മോനെ, തന്നെടാ? അല്ലുമ്മ, 2 മാസം ഉണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അറബിയുടെ മകൾ പറഞ്ഞ ആ കാര്യവും അറബി പറഞ്ഞ കാര്യവും ഷെഫി ഉസ്താദ് അവിടെ വ്യക്തമാക്കിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു പക്ഷേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവന് എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പെൺകുട്ടിക്ക് എൻ്റെ ഖുർആൻ ക്ലാസ്, അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അതില്ലായിട്ട് അവൾ വളരെയധികം വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ ഭാഗം ഒന്ന് ക്ലിയറാക്കി കൊടുക്കണ്ടേ? എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിന് ഒരു ഉറപ്പായി, എന്തൊക്കെ തന്നെയല്ലേ എൻ്റെ അർബാവിനെ സ്വീകരിക്കും, അല്പം വൈകിയാണെങ്കിലും. പക്ഷേ അതിനു മുമ്പ് തൻ്റെ ജീവിതം എനിക്കൊന്ന് മെച്ചപ്പെടുത്തണല്ലോ റബ്ബേ. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞു. ഇനി 2ാമത്തെ പ്രാവശ്യം ഇതാ ഞാൻ അവളുടെ അരികിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും ആളുകൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകും. മോനെ ഷെഫി, പിന്നെ അമ്മായിയുള്ള വീട്ടിലൊക്കെ ഒന്ന് പോയി എന്നല്ലോ മോനെ. അവരെന്ന് വെച്ചാൽ ഞങ്ങളെ ബാപ്പാൻ്റെ പെങ്ങന്മാരല്ലേ, നമ്മളെ ബാപ്പാൻ്റെ സ്ഥാനം തന്നെയല്ലേ അവർക്ക്. നമ്മളവരെ ബഹുമാനിക്കണം. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ്, ഉമ്മ, ഇൻഷാ അല്ലാ ദിവസം ഉണ്ടല്ലോ മോനെ, അധികം വൈകാതെ അങ്ങ് പോവുമായിരിക്കും നല്ലത്. എല്ലാവരും ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊടുത്ത് പോരുമ്പോൾ ഒരു സമാധാനം സന്തോഷമല്ലേ. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. ഷെഫിക്ക, ഞാനും വരട്ടെ? എൻ്റെ പെണ്ണെ, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ നീ അല്ലാതെ എന്താ എൻ്റെ ജീവിതം? നീയും എൻ്റെ ഉമ്മയും വേണം. അതുകൊണ്ട് നമുക്കിനി ഓട്ടോ വിളിച്ച് എല്ലായിടത്തും ഒന്ന് പോയി. ഷെഫിക്ക് എന്താ ഈ പറയുന്നത്? ബുള്ളറ്റ് വാങ്ങാൻ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ ഇങ്ങനെ? ബുള്ളറ്റൊക്കെ വാങ്ങാൻ പെണ്ണേ, പക്ഷേ ബുള്ളറ്റ് വാങ്ങിയിട്ടെന്താ? ഞാൻ 1 മാസം കഴിഞ്ഞാൽ
അങ്ങ് പോകും. പിന്നെന്ന് വെച്ചാൽ ഉമ്മയെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഇപ്രാവശ്യം തന്നെ നിൻ്റെ വീട്ടിലേക്കായതുകൊണ്ട് ഉമ്മ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അമ്മായികളെ കാണാൻ ഉമ്മാക്കും ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം. അതല്ലേ നല്ലത്. എൻ്റെ ഷെഫിക്ക, നിങ്ങൾ ബുള്ളറ്റ് കണ്ടുവച്ചു എന്നല്ലാതെ എടുത്തതൊന്നും ഇല്ലല്ലോ. അതൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഇന്നെന്തായാലും അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാം. എന്താ അങ്ങനെ? അതാ ഉമ്മയും അവളും അവനും കൂടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നു. സീനത്തിന് ഇഷ്ടമൊന്നുമില്ല ഉമ്മാനെ കൂടെ കൊണ്ട് നടക്കണത്. അവൾ മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പം എന്താ എപ്പോഴും ഇങ്ങനെ ഉമ്മാനെങ്ങനെ കൊണ്ട് നടക്കാനേ? ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരാകുമ്പോൾ അവരുടെ കൂടെ ചെത്തി പൊളിച്ച് ഭാര്യമാർക്ക് നടക്കാൻ ഒരു സ്വാതന്ത്ര്യ സുഖമൊക്കെ വേണ്ടേ? ഇതിപ്പോൾ എന്താ ഇങ്ങനെ എപ്പോഴും ഉമ്മ 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 എന്നുള്ള നെയ്യത്ത് മാത്രം? ഇങ്ങനെ ആയാലും കുറച്ച് കേടന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഉമ്മമാരെ സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിന് കുറച്ചൊക്കെ ഭാര്യമാരെ കാര്യം ശ്രദ്ധിക്കണ്ടേ? എന്തെന്നറിയില്ല, ഷെഫി ഉസ്താദിനോട് വല്ലാത്ത സ്നേഹമാണ് ഇപ്പോൾ അവൾ അഭിനയിക്കുന്നത്. ഒരു പക്ഷേ പിടിവിട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും എന്നുള്ള യഥാർത്ഥ സത്യം അവൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. ഉമ്മ മാറ്റിയോ? കണ്ടില്ലേ തള്ളനെ, മാറ്റിയോ 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 ഇപ്പോഴും? മോനെ ഞാൻ മാറ്റിക്കഴിഞ്ഞടാ, എനിക്കിപ്പോൾ എന്താ ഈ പർദ്ദ ഇട്ടാൽ പോരെ? സീനത്തെ എന്തായടി? ഇക്ക ഈ ലിപ്സ്റ്റിക്ക് കൂടെയാണ് നിരട്ടെ. എൻ്റെ പെണ്ണെ, അതൊന്നും അങ്ങനെ ഇടല്ലേ. നീ എന്തിനതൊക്കെ വാരി തേക്കുന്നത്? ആവശ്യത്തിനുള്ള സൗന്ദര്യം പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഒരുപാട് അതെല്ലാം വാരി പൊത്തി നടക്കുന്നത്? ഇക്ക നിങ്ങളുടെ കൂടെ ഇറങ്ങുമ്പോൾ പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും എൻ്റെ കൂടെ ഇറങ്ങുമ്പോഴല്ല, എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നീ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യേണ്ടത്. അതായത് എൻ്റെ കൂടെ നിൽക്കുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ചാകുന്ന സമയത്ത്. എന്തിക്ക നിങ്ങളുടെ കൂടെ വരുമ്പോൾ പിന്നെ മോശമാക്കാൻ പറ്റൂലല്ലോ. നിൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യേ. പിന്നെ ഔറത്ത് മറക്കണം കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഔറത്ത് മറക്കാത്തൊരു പരിപാടി നീ ചെയ്യരുത്. ഇക്ക ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ നടന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മതിയോ? അവൾ ഷെഫി ഉസ്താദിനെ കൈകളിലെടുക്കുവാൻ വേണ്ടി അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അതാ പർദ്ദ അണിയുന്നു. എടി പർദ്ദ അണിഞ്ഞപ്പോൾ നിന്നെ കാണാൻ എത്ര മൊഞ്ചാ പെണ്ണേ. നിങ്ങളെന്നെ സോപ്പിടാണോ? അതെ, നിങ്ങളെ കൂടെ വരുമ്പോൾ ഞാൻ പർദ്ദ ഇടാം, അല്ലാത്തപ്പോൾ നീ എന്താ എൻ്റെ അഭാവത്തിൽ പർദ്ദ ധരിക്കില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമൊക്കെ ധരിച്ചൂടെ? ഔറത്ത് മറിച്ചാൽ പോരെ? കുഴപ്പമില്ല. എന്നാലും നല്ല രീതിയിൽ എൻ്റെ മോള് ജീവിക്കണം കേട്ടോ. ഇക്കയുടെ പൊന്നല്ലേ നീ. എനിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ചുവടുവെപ്പല്ലേ നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകേണ്ടതാണ്. അപ്പം എൻ്റെ മോള് അത് മാതൃക ആക്കണ്ടേ? ഇക്ക എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, ഇക്കാക്ക് വിഷമം ഉണ്ടാവണമെന്നും ഞാൻ ചെയ്യൂല, പോരെ? അവളതാ ഷെഫി ഉസ്താദിനെ ശരിക്കും വലയിലാക്കി എന്ന് തന്നെ പറയാം. പാവം ഷെഫി ഉസ്താദ് ഒന്നും അറിയാതെ. എൻ്റെ സീനത്തെ, നിൻ്റെ പേര് പോലെ തന്നെ നീ ഒരു മൊഞ്ചത്തിയാണ് കേട്ടോ. ഇതൊക്കെ ധരിച്ചപ്പോഴേ എന്ത് ഭംഗിയാടി. ആ ഹിജാബ് കൂടി ഒന്ന് ഇട്ടിരുന്നെങ്കിൽ. ഷെഫി ഉസ്താദ് തൻ്റെ ഭാര്യയോട് അത് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അതിനെന്താ ഇക്ക, ഞാൻ ഇടാലോ, ഞാൻ കെട്ടിത്തരാം. ഷെഫി ഉസ്താദ് കൊണ്ടുവന്ന ആ ഒരു ഹിജാബ് അവളുടെ നെറ്റിയിൽ കെട്ടിക്കൊടുത്തു. മാഷാ അല്ലാ, നിൻ്റെ കണ്ണുകൾ കാണാൻ എത്ര മനോഹര പെണ്ണേ ഈ ഒരു ഹിജാബ് അണിഞ്ഞപ്പോൾ. അത്രയ്ക്കൊക്കെ ഉണ്ടോ? പെണ്ണെ ഉമ്മാക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തോക്ക്. എന്തിനാ ഉമ്മാനെ കാണിച്ചു കൊടുക്കണേ? നിങ്ങൾ കണ്ടാൽ പോരെ. ഉമ്മ, മോനെ ഇതാ ഞാൻ എത്തി. മാഷാ അല്ലാ, എൻ്റെ കുട്ടി ഇത്ര നന്നായി ഡ്രസ്സ് അണിഞ്ഞോ? നല്ല ഭംഗിയുണ്ട് മോളെ. പഠിച്ച റബ്ബിൻ്റെ കുട്ടിക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്കെന്ത് ഹിദായത്ത് മുസ്ലിം ഒന്നല്ലേ ഞാൻ? അവളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദും ഒന്ന് നോക്കി. അല്ലേ, നല്ല ബുദ്ധി നൽകട്ടെ എന്ന് പറഞ്ഞതാണ് പൊന്നു മക്കളെ. ഉമ്മാക്കേ പെട്ടെന്ന് ഓക്കെ അതാ വണ്ടി വരുന്നുമ്മ. അങ്ങനെ അവരതാ അമ്മായികളുടെ വീട്ടിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തോളം ഷെഫി ഉസ്താദിൻ്റെ മടിയിൽ കൊഞ്ചിക്കൊഴിഞ്ഞിരിക്കുകയായിരുന്നു അവള്. ഉമ്മയെ ശരിക്കും ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ. ശരിക്കും ഉമ്മാക്ക് അത് കാണാത്ത രീതിയിൽ ഉമ്മ കുറേ അഭിനയിച്ചു. പിന്നെ ആയിക്കോട്ടെ, ഒരു മാസക്കല്ലേ, അവനോട് നല്ല സ്നേഹത്തിൽ അവൾ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഉമ്മ കണ്ടെറിഞ്ഞ് തന്നെ ആ ഭാഗം ശ്രദ്ധിച്ചില്ല. എന്നാൽ ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു ചമ്മലായി. എന്താടി കാണിക്കുന്നത്? ഉമ്മയുണ്ടെന്നൊരു ബോധമില്ലാതെ ഓട്ടോറിക്ഷയിൽ നിന്ന് അത് എന്ത് പറഞ്ഞാലും ഉമ്മ കേൾക്കും ചെയ്യും. എങ്കിലും ഷെഫി ഉസ്താദ് കണ്ടറിഞ്ഞ് തന്നെ ആ ഒരു ഭാഗം ശ്രദ്ധിക്കാതെ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. എന്താ റബ്ബേ ഇതിങ്ങനെ?
ഡേ എന്താ ഇത് നമ്മളിങ്ങനെ പൊതുസ്ഥലത്ത് ഒന്ന് പോഷിപ്പിക്കുക. എൻ്റെ ഭർത്താവല്ലേ നിങ്ങൾ, എനിക്ക് നിങ്ങളൊന്നും ചെയ്തൂലേ, നിങ്ങളൊന്ന് തൊട്ടൊഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും. പ്ലീസ് ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് നീ കുറച്ച് ബഹുമാനത്തോടെങ്കിലും പെരുമാറ്, അല്പൊരു ലജ്ജ കാണിക്ക്. എന്താന്നില്ലേ. പക്ഷേ ഷെഫി ഉസ്താദിനെ അവളെ പിണക്കാനും പേടിയാണ്. അപ്പോഴേക്കും അവൾ മറ്റു പലതും ചിന്തിക്കും. എങ്ങനെയെങ്കിലും തൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി പോകണം, തൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വേണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഷെഫി ഉസ്താദിന് ഉണ്ടായിരുന്നത്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവർ അമ്മായിയുടെ വീട്ടിലെത്തുന്നു. കോരിച്ചൊരിയുന്ന മഴയാണ്. അമ്മായിയുടെ വീട്ടിൽ നിന്ന് അമ്മായി വന്നു നോക്കി. പഠിച്ച റബ്ബേ, ആരാണിത്? എൻ്റെ പൊന്നുമ്മ വന്നിക്കണെന്ന് അറിഞ്ഞു റബ്ബേ. അമ്മായി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലാ, ഉമ്മയുണ്ടോ? പഠിച്ചവനെ കയറിയിരിക്കട്ടോ. വല്ലാത്ത സന്തോഷമായിരുന്നു അമ്മായിക്ക്. അമ്മായിയുടെ മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും വന്നു ഇവരെ സ്വീകരിക്കാൻ. അല്ലാ, നിങ്ങളൊക്കെ വന്ന് കാണാൻ പൂതിയേക്കണം കേട്ടോ. ഒന്ന് അങ്ങോട്ട് വന്നൂടെ? ഇൻഷാ അല്ലാ ഞങ്ങൾ അങ്ങോട്ടും വരണ്ടിട്ടോ. പിന്നെ ഷെഫി വന്നിക്കണെന്ന് പറഞ്ഞപ്പോൾ മനസ്സുക്കൊരു സന്തോഷം. പഠിച്ചോനെ, ഇതെന്താ? ഓട്ടോയിൽ നിന്നെടുത്ത ആ ഒരു വലിയ കവർ ഷെഫി ഉസ്താദ് അമ്മായിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. എൻ്റെ പൊന്നു മോനെ, അമ്മായിയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, എപ്പോഴും ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഇന്നാൾ കൊടുത്തയച്ചല്ലോ കുറേ. ഇതിപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ അതിന് മാത്രമൊക്കെ ഉണ്ടോ? അമ്മായി ഇതിനോട് പറഞ്ഞു കൊടുക്ക്. അതൊക്കെ അവർക്ക് അറബികളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. സന്തോഷത്തോടെ അവർ അത് ഏറ്റുവാങ്ങി. അത് ആ വീട്ടിലേക്കുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി പോയിനേഷണ് ഗൾഫിൻ്റെ ഒരു കണ്ടം തുണിയും അവിടുത്തെ സാധനം കിട്ടിയത്. നമുക്ക് പൂതിയാണ്, പക്ഷേ ഇവിടെ മോനൊക്കെ കൂലിപ്പണിക്കൊക്കെ പോയി നടക്കല്ലേ, ഞങ്ങൾക്കൊക്കെ എവിടുന്ന് ആര് കിട്ടാനാടാ. എന്നാലും അമ്മായിൻ്റെ കുട്ടി ദർസ് വിട്ട് പോവാണ്, മദ്രസ വിട്ട് പോകുന്നൊക്കെ അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പഠിച്ചോനെ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാനുള്ളതാണല്ലോ എൻ്റെ കുട്ടി. ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ എല്ലാം മാറും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ കുട്ടി പൂർവാധികം നല്ല രീതിയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഷെഫി ഉസ്താദ് വളരെയധികം സ്നേഹത്തോടു കൂടി അവരോടെല്ലാം പെരുമാറി. മക്കൾക്കും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഷെഫി ഉസ്താദിനെ. ഷെഫി ഉസ്താദുമായിട്ട് അമ്മായിൻ്റെ ഒരു മോളെ കല്യാണം പറഞ്ഞിരുന്നു. പിന്നെ അത് ആ ഒരു കുടുംബബന്ധം അത് പ്രശ്നമാവെന്ന് കരുതിയിട്ട് അത് മാറ്റി നിർത്തിയതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അമ്മായിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഷെഫിനെ മോളെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത്. പിന്നെ ആങ്ങളെയും പെങ്ങളും മക്കളല്ലേ, അവരെന്തൊക്കെ തന്നെയായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ കുടുംബം തന്നെ തകരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പൂതി അമ്മായി മനസ്സിലങ്ങ് വെച്ചിരിക്കുകയായിരുന്നു. ഉമ്മാക്കും താല്പര്യം ഉണ്ടായിരുന്നു. നല്ല സുന്ദരിയായൊരു കൊച്ചു പെൺകുട്ടി, കുറച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും കൂടുതലില്ല. +2 കഴിഞ്ഞു, അതന്നെ മദ്രസും +2 വരെ. പിന്നെ പഠിപ്പിക്കാൻ വിട്ടില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കെട്ടിയോല് പഠിപ്പിച്ചോട്ടെ എന്നും വിചാരിച്ചു. ആ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 18 ആകട്ടെ എന്ന് കരുതിയതാണ്. ഏതായാലും ഈ പ്രാവശ്യം +2 കഴിഞ്ഞു, 18 ആയി. ഉമ്മ പറഞ്ഞു, എവിടെ ഹനമോൾ? എവിടെ? ഓളിതാ ഇവിടെ ഉണ്ട്. മോളെ ഹന, നിന്നെ വിളിക്കുന്നുണ്ട്. അല്ലേ എൻ്റെ കുട്ടി എല്ലടി, കുറച്ച് പഠിപ്പിച്ചോ, ഇപ്പം തന്നെ അത് കെട്ടിക്കണ്ട, 18 ആയിട്ടുള്ളൂ. താത്ത, ഞാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ ഡിഗ്രിക്കായാലും എന്തെങ്കിലും കോഴ്സിന് വിടുകയാണെങ്കിൽ എനിക്ക് പേടിയാണ്. സുരക്ഷിതമായ ഒരാളുടെ കൈകളിൽ അങ്ങോട്ട് ഏൽപ്പിച്ചാലേ എന്നാൽ പിന്നെ ഓല് പഠിപ്പിച്ചോളല്ലോ കുട്ടിനെ. ഞമ്മക്ക് ആ കാര്യത്തിൽ ബേജാറില്ലല്ലോ. ഹനമോളെ, മോൾക്ക് എന്താ പഠിക്കാൻ ആഗ്രഹമല്ലേ? എനിക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഉമ്മാക്ക് പേടിയാണ്. ആടി, അവസാനം ഉണ്ടായ കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് ബാപ്പയില്ല. പിന്നെ പാങ്ങളുടെ ഇതൊക്കെ കിട്ടിയിട്ട് എൻ്റെ കുട്ടീനെ പഠിപ്പിച്ചാനൊക്കെ എങ്ങനെ എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമായിരുന്നു, ഒരാളെ കൊണ്ടാണ് കെട്ടിച്ച് കഴിഞ്ഞാൽ ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ വാണേനും. എന്നാൽ പെട്ടെന്ന് ഷെഫി ഉസ്താദ്, ഹനമോളെ എന്തടി പഠിക്കണമെന്നില്ലേ? കല്യാണക്കാരിക്കാണല്ലോ ഉമ്മ പറയുന്നത്. ഇക്കാക്ക, അത് എനിക്കിഷ്ടമാണ് പഠിക്കാനേ, പക്ഷെ ഉമ്മാക്ക് പേടിയാണ്. എന്താ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ. മോൾക്ക് +2 കഴിഞ്ഞിട്ട് പറ്റിയ കോഴ്സുകളുണ്ടല്ലോ, നല്ല ഇസ്ലാമിക് കോഴ്സുകൾ. അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മോൾക്ക് നല്ലൊരു പഠനം കിട്ടും, ഡിഗ്രിയും കിട്ടും. അങ്ങനെ ചെയ്തൂടെ? ഇക്കാക്ക നോക്കട്ടെ, ഇൻഷാ അല്ലാ, അങ്ങനെയാണ് എനിക്കും ആഗ്രഹം.
ആയിക്കോട്ടെ. അമ്മായിയുടെ മോളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു മോഹമുണ്ടായി. പഠിച്ചോനെ, ആദ്യം തന്നെ അങ്ങോട്ട് വേണ്ട, കുടുംബമല്ലേ, ഇത്രയും സ്നേഹാണ്ടില്ലാതാവും. അഥവാ ഇനിയിപ്പോൾ ഹനമോള് വീട്ടിലേക്ക് ഓളെ കെട്ടിക്കൊണ്ടുവന്നിക്കുന്ന ആണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി തീർന്നാൽ അത് വല്ലാത്തൊരു വേണ്ട, തൽക്കാലം ഇങ്ങനെയുള്ള സ്നേഹബന്ധം മതി. ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു. ഒരിക്കൽ പോലും കുടുംബത്തിൽ നിന്ന് എടുക്കേണ്ട എന്നായിരുന്നു ഉമ്മ ആഗ്രഹിച്ചത്. കാരണം ഉള്ള സ്നേഹബന്ധവും ഇല്ലാതാവും. എന്താ മോളെ സീനത്തെ, നീ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കണത്? ഒന്നുമില്ല അമ്മായേ. എന്തേ മോളെന്താ പഠിക്കണ്ട് എന്നോ, പരീക്ഷയ്ക്ക് പോയിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടിനോ? ആ, ഞാനുമ്മ വീട്ടിൽ നിന്ന് ഡിഗ്രി ചെയ്യാണ്, വേറെ ഒന്നുമല്ല. അത് ഇടയ്ക്കിടയ്ക്ക് എക്സാമും കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ പോവും. അതിന് മോളെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഉണ്ടാവുമോ? ആ, ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സാം, പിന്നെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ സാറ് അങ്ങനെ മീറ്റപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും. അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവും. അല്ലാതെ വീട്ടിലിരുന്നല്ലേ പഠിക്കൽ. മോളെ, പെൺകുട്ടികൾ കുറേ പഠിച്ചിട്ട് അല്ല കുഴപ്പമില്ല, പഠിച്ചതിനുള്ള ജോലിയൊക്കെ കിട്ടിയാതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഹനമോളെ പുറത്തേക്ക് ജോലിക്ക് പറഞ്ഞേക്കാറൊന്നും താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം ഒരു ഭർത്താവിൻ്റെ കീഴിൽ അവിടെ നിൽക്കണതാണ്. ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇനി പഠിക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാന്നല്ലാതെ പുറത്തേക്ക് ഇങ്ങനെ ജോലിക്ക് പോണതും കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല മോളെ. അതുകൊണ്ടാണ് ഹനമോളെ കാര്യത്തിൽ എനിക്ക് ഇനി പറ്റും. എങ്ങനെ നല്ല അറബി കോളേജിലൊക്കെ പഠിച്ചിട്ട് കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അതിനനുസരിച്ച് ഒരാളെ കെട്ടുകയാണെങ്കിൽ നല്ല സുഖമാണ് അവർക്ക്. ഇനിയിപ്പോൾ അവരെ കോളേജിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓൻ്റെ കൂടെ തന്നെ അങ്ങനെ നിന്നോട്ടോ, ഒന്നും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയൊക്കെ പഠിച്ചവനെ കിട്ടിയ വലിയ ഭാഗ്യമായിരുന്നു. എൻ്റെ കുട്ടിയെ നോക്കട്ടെ, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, 18 ചെയ്തിക്കണ്. അമ്മായി ഷെഫി ഉസ്താദിനോട് ചോദിച്ചു, ഷെഫിയെ എടാ. ആ അമ്മായി. മോനെ, കല്യാണം കഴിഞ്ഞത് കുറച്ചായില്ലേ, എന്താ എൻ്റെ മട്ടം? ഷെഫി ഉസ്താദ് നാണിച്ച് തല താഴ്ത്തി. മോനെ, ഇനിയെങ്കിലും നോക്കണം കേട്ടോ, അധികം വൈകിപ്പിക്കല്ലേ. ഷെഫി ഉസ്താദ് എന്തോ ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.